അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുറച്ച് മാന്തൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാന്തളെന്നാണ് നമ്മൾ ഈ മീനിന് പറയുന്നത്. വേറെ പേരുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ മടിക്കല്ലേ. അപ്പോൾ ഈ മീനൊന്ന് നമുക്ക് നന്നായിട്ട് ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക. അപ്പോൾ കടയിൽ നിന്ന് തന്നെ നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി കഴുകി വൃത്തിയാക്കേണ്ട ജോലിയേ ഉള്ളൂ. അതിനായി ഉപ്പൊക്കെ പുരട്ടി ഒരു 10 മിനിറ്റ് നേരം ഇത് വെച്ചിരുന്നാൽ ഇതിൻ്റെ ആ ഉളുമ്പ് നാറ്റമൊക്കെ മാറി അഴുക്കൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കുമ്പോൾ മാന്തൾ നല്ല വൃത്തിയായിട്ട് കിട്ടിയിരിക്കും. അങ്ങനെ അതിനു വേണ്ടി ഇതെല്ലാം റെഡിയാക്കിയാണ് വെക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കാം. അപ്പം ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തവ ഫ്രൈ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അതിനായി ഒരു കഷ്ണം നാരങ്ങ എടുത്തിട്ടുണ്ട്, 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കറിവേപ്പില ഒരു പകുതി, തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, 3-4 ചുമന്നുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഒരളവിൽ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ ചേർത്ത ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം കുരുമുളക് പൊടിയാണ്. അപ്പോൾ എല്ലാത്തിനും ഒരളവുണ്ട്, അതനുസരിച്ച് ചേർത്താൽ മതി. ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് ഒരു അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഉപ്പാണ്. അതിനുശേഷം ഇതെല്ലാം കൂടെ തട്ടിയിട്ട് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ചേർത്ത ശേഷം ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മീനിലൊക്കെ പിടിക്കത്തക്ക രീതിയിൽ ഒരു കുഴമ്പ് രൂപത്തിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. അങ്ങനെ നന്നായി അരച്ചെടുത്ത അരപ്പ് നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന മാന്തളിലോട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടി വെച്ച് ഇത് നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതെടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിനകത്ത് അരപ്പ് പുരട്ടാനായിട്ട് ഞാനൊരു വലിയ പ്ലേറ്റിലോട്ട് ഓരോ മീനായിട്ട് എടുത്ത് വെച്ച ശേഷമാണ് അരപ്പ് പുരട്ടി കൊടുക്കുന്നത്. അങ്ങനെ അരപ്പെല്ലാം ഓരോ മീനിലും നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഇത് അരപ്പ് പുരട്ടി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ മീനിലും കൂടെ ഒന്നിച്ച് പുരട്ടി കൊടുത്ത് മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എപ്പോൾ ചെയ്താലും ഇങ്ങനെ ഒരു വലിയ പ്ലേറ്റിലോട്ട്, ഒന്നാമത് ഇത് വലിയ മീനായതുകൊണ്ട് തന്നെ ഒരു വലിയ പ്ലേറ്റിലോട്ട് ഇത് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് വേണം നമ്മൾ അരപ്പൊക്കെ പുരട്ടി കൊടുക്കാൻ. അപ്പോൾ ഈ മീൻ അരപ്പ് പുരട്ടുന്നതിന് മുമ്പ് ഞാനൊന്ന് വരഞ്ഞും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കയറി പിടിക്കത്തക്ക രീതിയിലാണ് ഞാൻ മീനിനകത്ത് അരപ്പ് പുരട്ടുന്നത്. അങ്ങനെ അരപ്പൊക്കെ പുരട്ടിയ ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം മീനൊക്കെ അരപ്പ് പുരട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ അരപ്പിൽ വേണമെങ്കിൽ ഉപ്പോ പുളിയോ ഒക്കെ വേണമെന്നുള്ളത് നോക്കാം. അപ്പം ഞാനിതിൽ അരമുറി നാരങ്ങ നീരാണ് ചേർത്തിരിക്കുന്നത്. പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇത് കഴിക്കാൻ നേരത്തും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് നമുക്കിത് റെസ്റ്റോറൻറ്റിൽ തരുന്നത്. അങ്ങനെ ഈ മാന്തൾ തവ ഫ്രൈ റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല വിലയാണ്, നല്ല ടേസ്റ്റിലാണ് നമുക്കിത് തരുന്നത്. നല്ല ടേസ്റ്റാണ് നമുക്കിത് കൂട്ടിക്കഴിക്കാൻ. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ഈ മാന്തൾ ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാ മീനും എടുത്ത് അരപ്പൊക്കെ പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. വറുക്കാൻ സമയമാകുമ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു വലിയ തവ വെച്ചിട്ടുണ്ട്. കാരണം ഈ മീനിൻ്റെ നീളം അനുസരിച്ച് നമുക്ക് തവയിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലൊരു തവയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചിലർക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാവുന്നതാണ്. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുന്ന ഉടനെ നമുക്ക് ഓരോ മീനായിട്ട് പറക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിലൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. കാരണം ഈ മീനിന് അധികം നെയ്യും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. നമ്മൾ ഇത് വറുത്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിനകത്ത് എണ്ണയൊക്കെ നന്നായിട്ട് ഇത് പിടിച്ചെടുത്തിട്ടാണ് ഇത് നമുക്ക് വറുത്ത് കിട്ടുന്നത്.
അങ്ങനെ മീനെല്ലാം പറക്കിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരുവിധം മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് വറുക്കാനിട്ട ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് മീനൊക്കെ നല്ല പരുവത്തിന് വറുത്ത് കിട്ടുന്ന ഉടനെ നമുക്ക് ഒരു സൈഡ് മൊരിഞ്ഞ് കിട്ടുന്ന ഉടനെ ഇത് നമുക്ക് തിരിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഒരു സൈഡ് മൂപ്പിച്ചതിന് ശേഷം തിരിച്ചിട്ട് മൂപ്പിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഒരു വലിയ പ്ലേറ്റിലോട്ട് തന്നെ മാറ്റിയെടുക്കാം. കാരണം ഇതിൻ്റെ വലിപ്പം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വലിയ പ്ലേറ്റിൽ തന്നെ എടുക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് ഒരു വശം മുരിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തിരിച്ചിടാവൂ, ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ മാന്തൾ തവ ഫ്രൈ ആണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. അതും ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള തവ ഫ്രൈ ആണ്, മാന്തൾ തവ ഫ്രൈ ആണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. അപ്പം ഇനി ഈ മീൻ മാത്രമല്ല കേട്ടോ നമുക്ക് തവ ഫ്രൈ ചെയ്യാൻ. ഇതുപോലെ വലിയ മീൻ ഏത് കിട്ടിയാലും നമുക്ക് ഈ രീതിയിൽ അരപ്പുണ്ടാക്കി തവ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ മാന്തൾ തവ ഫ്രൈ നന്നായിട്ടൊന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള മീനും ഇത് ഈ തവയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത ശേഷം ബാക്കിയുള്ള മീനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ബാക്കി വന്ന അരപ്പ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം പിറ്റേന്ന് നമുക്ക് വേറെ മീൻ, അതായത് വറ്റയാണ് കിട്ടിയത്. അപ്പോൾ ആ വറ്റയിൽ ഞാൻ ഈ അരപ്പ് തന്നെ നന്നായിട്ട് പുരട്ടി യോജിപ്പിച്ച ശേഷം വറ്റ വറുക്കുന്നതും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ അരപ്പ് തന്നെ നമുക്ക് ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ 2 ദിവസത്തെ തവ ഫ്രൈ ആണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനിയൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.